പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്നും ഇത് ഒപ്പുവെക്കാതെ രാഷ്ട്രപതി തിരിച്ചയക്കണമെന്നും SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതേതര കക്ഷികൾ ഒന്നിച്ച് പാർലമെന്റിൽ എതിർത്ത ഒരു വിഷയത്തെ കേവല രാഷ്ട്രീയ ഭൂരിപക്ഷം കൊണ്ട് പാസാക്കിയെടുത്തത് നിയമമാക്കാൻ രാഷ്ട്രപതി സമ്മതിക്കരുത്. ഇത്തരം വിവാദമായ ബില്ല് പാസാക്കുന്നതിലൂടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കും. ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നത് രാജ്യത്തെ മതേതരത്തെ ബാധിക്കും. വിവാദ ബില്ലിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ, വൈസ് പ്രസിഡന്റ് K റഹ്മാൻ ഫൈസി കാവനൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കര, ട്രഷറർ അബ്ദുൽ ഖാദിർ ഫൈസി കുന്നുംപുറം, വൈസ് പ്രസിഡന്റ് PK ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, സെക്രട്ടറിമാരായ CM കുട്ടി സഖാഫി വെള്ളേരി, അബ്ദുൽ മജീദ് ദാരിമി വളരാട് തുടങ്ങിയവർ സംബന്ധിച്ചു. അതുകൊണ്ട് തന്നെ മതാവകാശമായ വഖഫിൽ കൈകടത്തി പുതിയൊരു നിയമം നിർമ്മിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13(2) ലംഘനമാണ്. മാത്രമല്ല അതിൽ തന്നെ പറയുന്നുണ്ട്, എനി ലോ മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ബി വോയിഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വല്ല നിയമവും നിർമ്മിച്ചാൽ, മതാവകാശത്തെ ഹനിക്കുന്ന വല്ല നിയമവും നിർമ്മിച്ചാൽ അത് വോയിഡാണ്, നിലനിൽക്കില്ല. ഇത് ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് മേലെ ഒരു നിയമവും നിർമ്മിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. നമ്മൾ ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. എല്ലാവർക്കും തുല്യമായ പരിഗണന നിയമത്തിന് മുമ്പിൽ കിട്ടണം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ അതിവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ്, അതുപോലെ മറ്റു സമുദായങ്ങളുടേതായ, ഉദാഹരണ ദേവസ്വം ബോർഡ്, അതിനെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടും. മുസ്ലിങ്ങളോട് ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആ തത്വം പാലിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 15 പറയുന്നത് ഡിസ്ക്രിമിനേഷനാണ്, വിവേചനം. നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനോടും റിലീജിയസ്, റൈസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, അതിന് സമാനമായ, ഉദാഹരണമായി വർഗം, ജാതി, മതം, ലിംഗം, താമസ സ്ഥലം, ഈ കാര്യങ്ങളുടെ പേരിൽ ഒരാളോടും ഒരു വിവേചനം രാജ്യത്ത് നടത്താൻ പാടില്ല എന്നത് ഖണ്ഡിതമായ ഭരണഘടനയാണ്. ആർട്ടിക്കിൾ 15 അത് കൃത്യമായി പറയുന്നത്. അതിൻ്റെ ലംഘനമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു സമുദായത്തോട്, ഒരു വർഗത്തോട് കാണിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആണ്. വിശ്വാസപരമായി നമുക്ക് ഏത് മതം തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അതിനെ ലംഘിച്ചിരിക്കുന്നു. കാരണം ഒരു മതസമുദായത്തിന് അവരുടെ മതത്തിൻ്റെ ഭാഗമായ വഖഫ് ചെയ്യണമെങ്കിൽ ചില നിബന്ധനകൾ കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് ഇത്ര പ്രായമാകണം എന്നിത്യാദി നിയമങ്ങൾ. അതുപോലെ തന്നെ 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ് ആണ്. ഇത് റിലീജിയസ് അഫേഴ്സിൽപ്പെട്ട ഒരു കാര്യമാണ് വഖഫ്. ആ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു കാര്യമാണ്. 1913 മുസൽമാൻ വഖഫ് വയലേറ്റിംഗ് ആക്ട് എന്ന രീതിയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിൽക്കുന്ന ഒരു നിയമം പിന്നീട് നമ്മുടെ രാജ്യത്ത് മുസ്ലിം പേഴ്സണൽ ലോയുടെ ഭാഗമായി. 1937 മുസ്ലിം പേഴ്സണൽ ലോയിൽ മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട 10 കാര്യങ്ങളിൽ ഒന്നാണ് വഖഫ്, ട്രസ്റ്റ് മുതലായവ. അവർ വിവാഹമോചനം മുതലായ കാര്യങ്ങളിൽ അവർക്ക് ശരീഅത്ത് അനുസരിച്ചുള്ള വിധി കിട്ടും. ആ നിയമത്തിന്റെ പേര് തന്നെ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്നാണ്. മറ്റു നിയമങ്ങളിൽ നിന്ന് ഭിന്നമായി ഈ പരിമിതമായ വിഷയങ്ങളിൽ ഒരു മുസ്ലിമിന് ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് വിധി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് കോടതിയിൽ ചെന്നാൽ ശരീഅത്ത് അനുസരിച്ച് വിധി കിട്ടും. ദാറ്റ് മീൻസ് ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട്. അതാണ് മുസ്ലിം പേഴ്സണൽ ലോ. അപ്പോൾ ശരീഅത്ത് അവിടെ അബാധകമാക്കി ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.